ഒരു കാര്യം ഉറപ്പാണ്, പിണറായിക്ക് ടെൻഷൻ ഉണ്ടാവും. കാരണം ഇപ്പോൾ വീണയുടെ കാര്യം നേരിട്ട് കൈകാര്യം ചെയ്യണം. വീണയെ സംരക്ഷിക്കാനുള്ള കവചങ്ങളെല്ലാം തന്നെ പൊളിഞ്ഞ് തകർന്നു വീണിരിക്കും. ഈ വിഷയം വരുന്ന ആദ്യകാലം മുതൽ പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും പാർട്ടി നേതാക്കന്മാരും തോമസ് ഐസക്കിനെ പോലെയുള്ള വലിയ വിശാരദന്മാരും വിദഗ്ധന്മാരും വിശകലനം ചെയ്തു പറഞ്ഞത് വീണയെ കുടുക്കുകയാണ് പിണറായി വിജയന്റെ മകളാണെന്ന നിലയിൽ. അവരോട് തെറ്റും ചെയ്തിട്ടില്ല, അവർ കമ്പനി ഇടപാടാണ്, അത് ഇൻകം ടാക്സുകാരെ കാണിച്ചിട്ടുണ്ട്, ബാങ്കിലൂടെയാണ് പൈസ വാങ്ങിയിട്ടുള്ളത്, അങ്ങനെ ടാക്സ് അടച്ചിട്ടുണ്ട് തുടങ്ങിയ തരികടകളാണ് പറഞ്ഞത്. അതുകൊണ്ട് വീണയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തു. കോടിയേരിയുടെ മകന് കൊടുത്ത രീതിയിലല്ല വീണയ്ക്ക് കൊടുത്തത്. പക്ഷേ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ 27-ാം തീയതി അവിടെ വലിയ സംഭവം ഉണ്ടായി. ആ സംഭവം എന്താ? വീണയുടെ വീട് റെയ്ഡ് ചെയ്യാൻ, വീണ താമസിക്കുന്ന വീട്, പക്ഷെ അത് പിണറായി വിജയന്റെ മകൾ എന്ന നിലയിൽ പിണറായി വിജയന്റെ കൂടെ കൂടിയാണ് വീണ താമസിക്കുന്നത്. അപ്പോ പിണറായി വിജയന്റെ വീട്, വീണയുടെ ഭർത്താവ് റിയാസിന്റെ കോഴിക്കോടുള്ള വീട്, പിണറായി വിജയന്റെ അവിടെയുള്ള പിണറായിലുള്ള വീട്, ഇതൊക്കെ റെയ്ഡ് ചെയ്തപ്പോൾ എന്തൊരു ബഹളമായിരുന്നു ഇവിടെ. കത്തി നിറഞ്ഞ് തിളക്കിയായിരുന്നു CPM നേതാക്കന്മാർ വന്നു, ഇതാ പിണറായി വിജയനെ റെയ്ഡ് ചെയ്യുന്നു, അഖിലേന്ത്യാ തലത്തിൽ ചർച്ച, ലോക തലത്തിൽ ചർച്ച, അങ്ങനെ ഇങ്ങനെയൊക്കെ വലിയ പ്രശ്നം. ഇഷ്ടിക പ്രയോഗം വരെ നടത്തുന്നു, ED കാറ് തല്ലി പൊളിക്കുന്നു. പക്ഷെ എന്ത് പറ്റി? കുറെ ആളുകൾ ജയിലിലായി എന്നുള്ളത് മാത്രമാണ് മെച്ചം. ഇപ്പൊ എന്താ സ്ഥിതി? എല്ലാം പോയി. ഇപ്പൊ ഈ വീണയ്ക്ക് വേണ്ടി പറയാൻ വീണ മാത്രമേ ഉള്ളൂ, റിയാസ് പോലും ഉണ്ടോ എന്ന് സംശയം. ആ മാതിരിയാണ് ഇപ്പൊ കാര്യങ്ങൾ നിൽക്കണേ. ഇത് വീണ EDയുടെ മുമ്പിൽ പോയി ഒറ്റയ്ക്ക് മറുപടി പറയേണ്ട കാര്യമാണ്. എല്ലാ രേഖകളും ED വാങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും ചില രേഖകൾ കിട്ടാനുണ്ടെന്ന് ED പറഞ്ഞിട്ടുണ്ട്. SFIOയുടെ ആയിട്ട് ബന്ധപ്പെട്ട രേഖകൾ കിട്ടിയിട്ടുണ്ട്. ഇതിനു മുമ്പ് നടത്തിയ അന്വേഷണങ്ങളിലുണ്ട്, മൊഴികളുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവരുടെ വീടിന് കിട്ടിയ വിവരം അനുസരിച്ച് ഒരു ലോക്കർ റെയ്ഡ് ചെയ്തിട്ടുണ്ട്, ലോക്കർ നോക്കിയിട്ടുണ്ട്. എനിക്കറിയില്ല എന്തൊക്കെയുണ്ട്, നമ്മളിപ്പോൾ അതിന്റെ വിവരങ്ങൾ വരുന്നവരൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, വീണയെ ഇനി വീണ തന്നെ സംരക്ഷിക്കണം. പിണറായി വിജയന് പോലും പരസ്യമായി വീണയെ പിന്തുണയ്ക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ വന്നിരിക്കുന്നു. അത് അത്ര ഗുണകരമല്ല. ഇനി എല്ലാ രേഖകളും വെച്ച് വീണയോട് ചോദിച്ചു. അത് നമ്മൾ മനസ്സിലാക്കുന്നത് വീണ ആദ്യം ഭയങ്കര ധിക്കാരപരമായി പറയാൻ മനസ്സില്ല, എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു എന്നും. കുറച്ച് ചോദ്യങ്ങൾ കഴിഞ്ഞപ്പോൾ EDയുടെ ചോദ്യം ചെയ്യൽ വളരെ പ്രത്യേകതയുള്ളത്. അവരിങ്ങനെ ആളുകളെ വിരട്ടൊന്നുമില്ല. അപ്പൊ വീണ അങ്ങോട്ട് വരട്ടാന്ന് നോക്കിയേ, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിരട്ടിന്റെ രീതി നിന്നു എന്നാണ് പറയണത്. ഞാൻ മറന്നുപോയി, നോക്കിയിട്ടില്ല, അറിയില്ല എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സ്ഥലമല്ല EDയുടെ കാര്യം. കാരണം EDയുടെ മുഴുവൻ രേഖകളും വെച്ച് ഇനി നാളെ ഇവരെ വീണ്ടും ചോദ്യം ചെയ്യും. ലോക്കറിൽ നിന്ന് കിട്ടിയതടക്കം മറ്റു രേഖകൾ ചിലത് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, ഇതെല്ലാം വെച്ച് ചോദ്യം ചെയ്യും. അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ പ്രധാനമായി വരുന്ന കാര്യം ED ചോദിക്കുന്നത് എക്സാലോജിക് എന്ന കമ്പനിക്ക് എന്തിനു പണം കൊടുത്തു എന്ന ചോദ്യത്തിന് വെറുതെ പണം കൊടുത്തു എന്ന് ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്ത ചോദ്യമാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ പണം കൊടുത്തുവെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയ്ക്ക് അങ്ങനെ പണം കൊടുക്കുന്നത് ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കപ്പെടാൻ വേണ്ടിയാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഏത് തരത്തിൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്? തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനത്തിന് വലിയ തോതിൽ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഖനനം അനുസരിച്ച് ഒരു നിയമമില്ല. ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കള്ളപ്പേരിൽ അവിടെ ഖനനം നടത്തുകയും ആ മണൽ കർത്താവിനെ പോലെയുള്ള ആളുകൾ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടോ? ഇത്തരം ചോദ്യങ്ങളുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അത് അഴിമതി നിരോധന നിയമത്തിനനുസരിച്ചുള്ള കേസ് കൂടിയാണ്. അവിടെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ അഴിമതിക്കാണ് പണം കൊടുത്തത്. ആ കണക്കുകൾ, അതിന്റെ രീതികൾ എല്ലാം പുറത്തു വരുമ്പോൾ വീണയ്ക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഇനി ഒരു ഡിഫൻസും അവരുടെ ഇല്ല. അങ്ങനെ ഇത് EDയുടെ ഒരു പ്രശ്നം കൂടി ഉള്ളത്, ED ആദ്യം ഇങ്ങനെ കുറെ ആളുകൾ ഇരുന്നിട്ടാണ് ചോദ്യം ചെയ്യുക, മറുപടി എല്ലാം രേഖപ്പെടുത്തും. പിന്നെ EDയുടെ അടുത്തൊരു മറുപടി കൊടുത്താൽ അതൊരു ജുഡീഷ്യൽ മറുപടി പോലെയാണ്. കാരണം അത് പിന്നെ കോടതിയിൽ പോയി നിഷേധിക്കാൻ പറ്റില്ല. മറ്റു പോലീസിന് മൊഴി കൊടുക്കുന്ന പോലെയല്ല. അതുകൊണ്ട് നിഷേധിക്കാൻ കഴിയാതെ വരുമ്പോൾ തീർച്ചയായും ED ഇതിലെ പൊരുത്തക്കേടുകൾ പറയും. ഇന്നലെ പറഞ്ഞതും ഇന്നും പറഞ്ഞതും തമ്മിലുള്ള പൊരുത്തക്കേട്, ഒരാൾ പറഞ്ഞത് മറ്റേ പറഞ്ഞതും തമ്മിലുള്ള പൊരുത്തക്കേട്. 25 ലക്ഷം കൊടുത്തു എന്ന് CMRൽ പറയുമ്പോൾ ഇല്ല എനിക്ക് 20 കിട്ടിയുള്ളൂ എന്ന് വീണ പറയുകയാണെങ്കിൽ അതെങ്ങനെയാണത് മാച്ച് ചെയ്യുക? ഇത്തരം ചോദ്യങ്ങളുണ്ട്. അതിന്റെ അവസാന ഘട്ടത്തിൽ ഇവരെല്ലാവരും എടുത്ത് ചോദ്യം ചെയ്യും. എല്ലാവരും എടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ ഈ ചോദ്യത്തിന് എളുപ്പമാവില്ല. ഡോക്യുമെന്റ്സ് ഉണ്ട്, ട്രാൻസാക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം അനുസരിച്ച് വലിയ തോതിലുള്ള കുടുക്കിലേക്ക് വീണ ചെന്നുവിടാനാണ് സാധ്യത. അത് EDയുടെ എത്രത്തോളം ED ഇതിൽ താല്പര്യമുണ്ട് എന്നതിനനുസരിച്ചിരിക്കും. അടി കിട്ടിയോണ്ട് ചിലപ്പോൾ അവർക്ക് ഇത്തിരി ആവേശം കൂടിയിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല. ഞാൻ EDയുടെ വക്താവല്ല, ED ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ
തെളിവുകൾ വെച്ചുകൊണ്ട് വീണ വിജയൻ അല്പം കുരുക്കിലാണ്.